മണ്ഡലത്തിലെ തൃക്കാക്കരയിലെ 111, 112, 113 എന്നീ ബൂത്തുകളിലാണ് ഉള്ളത്. ഭാരത് മാതാ കോളേജിലാണ് ഈ ബൂത്തുകളുള്ളത്. ആദ്യത്തെ വോട്ടാണോ? അതെ, ആദ്യത്തെ വോട്ട് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. രാവിലെ ജോലിക്ക് പോണവരൊക്കെ അവർ രാവിലെ വന്ന് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ മുതിർന്ന പൗരന്മാർക്കുള്ള പരിഗണന ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഒത്തിരി വൈകി തന്നെയാണ് അവരും പോയത്. എന്നാലും ആ ഒരു നമ്മുടെ ഒരു കർത്തവ്യമാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്, അത് നിർവഹിച്ചിട്ട് തന്നെയാണ് അവർ വൈകിയാലും പോയത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. ഈ മണ്ഡലത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. നമ്മളിവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കുകയുണ്ടായി. NDA സഖ്യം പത്തനംതിട്ട പാർലമെൻറ്റിൽ വളരെയധികം വിജയപ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ വികസനം പത്തനംതിട്ട പാർലമെൻറ്റിൻ്റെ മണ്ഡലത്തിലെത്തിക്കുവാൻ അനിൽ കെ ആന്റണിയെ വിജയിപ്പിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയെ ലഭിക്കും എന്നുള്ളത് ജനങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് പത്തനംതിട്ട മണ്ഡലത്തിൽ പുതിയ സാധ്യത തന്നെ ലഭിക്കുന്നു. സാധ്യത എന്നുള്ളതല്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ട് ഭൂരിപക്ഷം കൂടുകയും ചെയ്യും, ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. ഞങ്ങൾ ഇവിടുത്തെ മാത്രമല്ല, കേരളത്തിലെ 20 സീറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിടിക്കുകയും ചെയ്യും. ഇന്ത്യ മുന്നണി അധികാരത്തിൽ കേന്ദ്രത്തിൽ വരികയും ചെയ്യും. പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ കോൺഗ്രസ് വലിയ ആവേശത്തിലാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി തോമസ് ഐസക് വന്നപ്പോൾ കേരളത്തിൻ്റെ വികസന മണ്ഡലത്തിൽ പുതിയ മാറ്റങ്ങൾ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള ഈ പ്രധാന റോഡ് തന്നെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തതാണ്. അങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് തിരുവല്ല മണ്ഡലം. ഈ തിരുവല്ല അസംബ്ലി മണ്ഡലം ശക്തമായിട്ടുള്ളൊരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. പ്രത്യേകിച്ച് BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ, ഒപ്പം CPIയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ. ഇവർ 3 പേരും തമ്മിൽ ശക്തമായിട്ടുള്ളൊരു മത്സരം തന്നെയാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. കാർഡിളക്കിയുള്ളൊരു പ്രചരണമായിരുന്നു മുന്നണികൾ ഈ ദിവസങ്ങളിൽ നടത്തിയത്. അത് തീർച്ചയായിട്ടും വോട്ടിംഗ് പാറ്റേണെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് പ്രേക്ഷകർക്ക് ഈ കാണാവുന്ന ഈ വോട്ടർമാരുടെ ഒരു നീണ്ട നിര. പാർലമെൻറ്റ് മണ്ഡലത്തിലെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആവേശകരമായ രീതിയിൽ ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പൊതുവെ കടന്നു വരുന്നത്. കഴിഞ്ഞ 2019 74% പോളിംഗ് ശതമാനമെങ്കിൽ ഇത്തവണ ഏതാണ്ട് അതേ ശതമാനത്തോട് അടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. ഇവിടെ നമ്മൾ രാവിലെ എത്തിയപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ധാരാളം ആൾക്കാരുടെ ഒരു നീണ്ട നിരയാണ് ഓരോ ബൂത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് LDFനും UDFനും ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. എങ്ങനെയായിരിക്കും ഇവിടെ ജനങ്ങൾ ഈ മണ്ഡലത്തിൽ വിധി എഴുതുക എന്ന് തന്നെ നമുക്ക് നോക്കിയിരുന്ന് അറിയാൻ. തൃശ്ശൂർ മണ്ഡലത്തിലെ കല്ലൂരിൽ ഇവിടെ മാങ്ങാപ്പഴത്തിൻ്റെ ടേസ്റ്റാണ് വോട്ടർമാർക്ക്. വന്ന് കണ്ടപ്പോൾ തന്നെ അവർക്ക് സന്തോഷത്തിൽ ചാലിച്ച ഒരു മാങ്ങാപ്പഴത്തിൻ്റെ കഷ്ണം തന്നു. എന്തായാലും ഈ മധുരം നുണയുന്നതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനയുടെ വിശേഷങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് കാലം വന്നതോടുകൂടി നിങ്ങളുടെ ജോലിയിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. എന്തെല്ലാമാണ് നിങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം? നമ്മൾ ഈ വർഷം ഹരിതചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷനെ നമ്മൾ കാണുന്നത്. അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങൾ, പേപ്പർ മാലിന്യങ്ങളൊക്കെ വേർതിരിച്ചിട്ട് ഞങ്ങൾ സംസ്കരിക്കാനായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിന് ഞങ്ങൾ തന്നെ കൊട്ടകളൊക്കെ നിർമ്മിച്ച്, ഓല മെടഞ്ഞ് കൊട്ടകളൊക്കെ നിർമ്മിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതാത് സ്ഥലങ്ങളിൽ വെച്ചിട്ട് അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ബൂത്തിലേക്കുള്ള ആൾക്കാരെ സെക്ഷൻ തിരിച്ചിട്ട് അതാത് ബൂത്തുകൾ തിരിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ബൂത്തുകളിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ കിടന്നാൽ അവ എങ്ങനെയാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത്? അത് പ്ലാസ്റ്റിക്കിന് വേറെ ഇതുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങൾ, പേപ്പർ മാലിന്യങ്ങൾ, അതൊക്കെ തരംതിരിച്ചിട്ടാണ് ഞങ്ങൾ
ഇതാവണത്. വൈകിട്ടാകുമ്പോൾ ഞങ്ങളതൊക്കെ തരംതിരിച്ച് കൊണ്ടുപോകാനായിട്ട് പാത്രങ്ങൾ അതിനുള്ള പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആക്കിയിട്ട് വേർതിരിച്ച് തന്നെ കൊണ്ടുപോയി സംസ്കരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്, വീൽ ചെയറുകളിലൊക്കെ ആളുകൾ വരുന്നുണ്ട്. അവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് വരുന്നത്? ഈ എല്ലാവരും കൂടിയുണ്ട്, അവരും കൂടിയിട്ടാണ് ഹെൽത്ത് മറ്റേ അംഗനവാടിക്കാർ അവരും എല്ലാവരും വണ്ടിയിൽ വരുമ്പോൾ തന്നെ വീൽ ചെയർ കൊണ്ടുപോയി അവരെ ഇലക്ഷന് ആ ബൂത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം കൂടി ഇവിടെ ഉണ്ട്. കണ്ണൂരിൻ്റെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായ ഒരു ബൂത്തിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ മുതൽ നല്ല തിരക്കോട് കൂടിയിട്ടുള്ള ആളുകളായിരുന്നു. ആര് ജയിക്കുമെന്ന് പ്രവചിക്കുവാൻ പോലും കഴിയാത്ത ഒരു മത്സരമായിരുന്നു കണ്ണൂരിൽ നടന്നത്. കൂത്തുപറമ്പ്, മട്ടന്നൂർ ഏരിയകളിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. അത് LDFന് മേൽക്കോയ്മ ഉള്ള മേഖലയാണ്. എന്നാൽ അതിന് കൂടെ തന്നെ UDFന് മേൽക്കോയ്മ ഉള്ള മേഖലയായ പേരാവൂർ, ഇരിക്കൂർ നിയോജക മണ്ഡലങ്ങളിലും അതിശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. പാർലമെൻറ്റ് മണ്ഡലത്തിലെ കടുത്തുരുത്തി നിയോജന മണ്ഡലത്തിലുള്ള പൂഴിക്കോൾ മർത്ത UPS സ്കൂളിൻ്റെ അങ്കണത്തിലാണ് ഇന്ന് ഷെക്കീന ന്യൂസ് നിൽക്കുന്നത്. രാവിലത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വന്ന ഒരു വലിയൊരു വോട്ടർമാരുടെ തിരക്കാണ് ഈ സ്കൂൾ അങ്കണത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കടുത്തുരുത്തി MLA കൂടിയായ അഡ്വക്കേറ്റ് പോൺസ് ജോസഫിൻ്റെ പോളിംഗ് ബൂത്ത്. വയനാട് ജില്ലയിൽ വളരെ ശാന്തവും സമാധാനപരമായ പോളിംഗ് ആണ് ഈ സമയം വരെ നടന്നിരിക്കുന്നത്. ഒരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. വോട്ട് ചെയ്ത് കഴിഞ്ഞിറങ്ങുന്ന വോട്ടർമാരുടെ മുഖത്ത് നോക്കുമ്പോൾ നല്ലൊരു വിശ്വാസമാണ്, നല്ലൊരു പ്രതീക്ഷയാണ് എല്ലാവരുടെയും മുഖത്തും പ്രതിഫലിക്കുന്നത്.